2025 ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഡീമൺ സ്ലെയർ ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്തുള്ളത് മുസാനാണ്. മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസാന്റെ സ്ഥാനം കുറച്ച് ഡൗൺ ആയെന്ന് തോന്നിപ്പോ. ഒരുപക്ഷെ ഈ വർഷം ഇറങ്ങിയ ഇൻഫിനിറ്റി കാസിൽ മൂവിയിൽ മുസാന്റെ സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം 5ാം സ്ഥാനത്തേക്ക് പോയത്. 4ാം സ്ഥാനത്തുള്ളത് ദോമയാണ്. സ്വർട്ട്സ്മിത്ത് വില്ലേജ് ആർക്കിലാണ് ദോമയെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം റീസെന്റ് ഇറങ്ങിയ മൂവിയിലാണ് ദോമയെ കാണാൻ കഴിയുന്നത്. ഒരു അപ്പർ മൂൺ 2 ഡീമന്റെ പവർ എന്താണെന്നും ദോമയുടെ ക്യാരക്ടർ എന്താണെന്നും വളരെ വ്യക്തമായി മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഒരു പ്യൂർ ഡീമൺ എന്താണെന്നതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ദോമ. ഇനി മൂന്നാമതായിട്ടുള്ളത് ജെനിറ്റ്സു ആണ്. ഡീമൺ സ്ലെയറിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ഫണ്ണി ക്യാരക്ടർ ആണ് ജെനിറ്റ്സു. ഫാൻസുകാർക്കിടയിൽ പ്രത്യേക സ്ഥാനം തന്നെ ജെനിറ്റ്സുവിനുണ്ട്. തണ്ടർ ബ്രീത്തർ യൂസർ കൂടിയ ജെനിറ്റ്സുവിന്റെ കണ്ണടച്ചുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ കാണാൻ തന്നെ ഒരു കൗതുകമാണ്. റീസെന്റ് ഇറങ്ങിയ മൂവിയിൽ കൈഗാക്കുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം ജെനിറ്റ്സുവിന് ഫാൻസ് കൂടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓൾദോ കൈഗാക്ക് ഫുള്ളി ഡീമൺ അല്ലെങ്കിലും ഡീമൺ സ്ലെയറിൽ ഒരു അപ്പർ മൂൺ ഡീമനെ ഡിഫീറ്റ് ചെയ്ത ഹാഷറ അല്ലാത്ത ഡീമൺ സ്ലെയർ ജെനിറ്റ്സു ആണ്. ഇനി 2ാം സ്ഥാനത്തുള്ളത് നമ്മുടെ കഥാനായകൻ ടാഞ്ചറോ ആണ്. സീരീസിലെ തന്നെ മെയിൻ ലീഡ് ആയിട്ട് കൂടി 2ാം സ്ഥാനമാണ് ടാഞ്ചറോക്കുള്ളത്. ഇനി ഒന്നാമത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ആനിമി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും ഫാക്ട്സും അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകരിക്കും. ഇനി 2025 ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഡീമൺ സ്ലെയർ ക്യാരക്ടർ നമ്മൾ എല്ലാവരും കരുതിയതുപോലെ അക്കാസയാണ്. കാരണം ഈ മൂവിയുടെ ടൈറ്റിൽ തന്നെ അക്കാസ റിട്ടേൺ എന്നാണ്. അക്കാസയെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂവി തന്നെ നടക്കുന്നത്. ഗിയു ടാഞ്ചറോ ആയിട്ടുള്ള അക്കാസയുടെ ഫൈറ്റും ഒപ്പം തന്നെ അക്കാസയുടെ ബാക്ക് സ്റ്റോറിയും വളരെ വ്യക്തമായി മൂവിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെർച്ച് ലിസ്റ്റിൽ അക്കാസ 1ാം സ്ഥാനത്തെത്തിയത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ കൗതുകമുണർത്തുന്ന കാര്യം എന്തെന്നാൽ ഭൂരിഭാഗം ആൾക്കാരും അക്കാസയുടെ വാൾപേപ്പറിന് വേണ്ടിയിട്ടാണ് അക്കാസയെ സെർച്ച് ചെയ്യുന്നതെന്നാണ് വസ്തുത. ഈ ഒരു സെർച്ച് ലിസ്റ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.